എന്താണ് ശരിക്കും CPM BJP ഡീലുണ്ടോ? എല്ലാ ചാനലിലും ചർച്ച ചെയ്യപ്പെടുന്നത്, മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ഡീലിനെ കുറിച്ചാണ്. ഈ ഡീലിന് ഒരുപാട് ചരിത്രമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉള്ള ചരിത്രം ഈ ഡീലിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 65ഓളം സീറ്റുകളിൽ BJP CPMന് വോട്ട് ചെയ്തു. അത് നിയമസഭയ്ക്കകത്ത് വളരെ ആധികാരികമായി തെളിയിക്കപ്പെട്ടതാണ്. പ്രസംഗത്തിൽ കൂടി എല്ലാ കാര്യങ്ങളും. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഈ നഗരസഭ BJPക്ക് കിട്ടാൻ വേണ്ടി ഒരു പുതിയ തരത്തിൽ വാർഡ് വിഭജനം നടത്തി. UDFന് കിട്ടുന്ന വാർഡുകളെല്ലാം 17,000, 16,000 വെച്ച് വോട്ടുകളാക്കി. BJPക്ക് കൊടുക്കാൻ വേണ്ടി 3,000, 4,000 വോട്ടുകളാക്കി. തിരുവനന്തപുരം സെൻട്രൽ ഉണ്ടായിരുന്ന 6ഓളം സീറ്റുകൾ ഈ കഴക്കൂട്ടത്തേക്കാക്കി. അതെല്ലാം BJPക്ക് കൊടുത്തു. കടകംപള്ളി സുരേന്ദ്രന്റെ സ്വന്തം വാർഡ് BJPക്ക് കൊടുത്തു. അതേസമയം ചാക്ക, കരിക്കകം, പേട്ട LDF ജയിച്ചിട്ട് ബാക്കി ചുറ്റുവട്ടമുള്ള വാർഡുകളെല്ലാം BJPക്ക് കൊടുത്തു. അത് കഴിഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തെയും കുറിച്ചുള്ള ഭീകരമായ അഴിമതി ആരോപണങ്ങൾ, ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിലൊന്നും എന്തെങ്കിലും ഒരു ചെറിയ കുറ്റമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസി ചാടിപ്പിടിക്കുന്നതാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരെയും. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഒരു കേന്ദ്ര ഏജൻസി ശബരിമല കാര്യത്തിൽ കമാ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പൊ അത് ഡീലിന്റെ തുടക്കമാണ്.